ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഒരു പാവൽ കൃഷി രീതിയെ പറ്റിയും റബ്ബറിനുള്ളിലെ റബ്ബറും തോട്ടത്തിന് ഇപ്പൊ ഈ കാണുന്ന റബ്ബറും തോട്ടമാണ്. അതിനൊരു സൈഡിലായിട്ട് അല്പം മാത്രം വെയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അവിടെ തന്നെ നല്ല മികച്ച രീതിയിൽ വിളവ് ലഭ്യമാവുന്ന ഒരു ഇനം പാവലാണ് പ്രീതി എന്ന പാവൽ. നിങ്ങൾക്ക് ഇതിന്റെ വിളവൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് നോക്കി, ഇപ്പൊ ഈ ഒരു പാവയ്ക്ക തന്നെ ഇത് കവർ ചെയ്തിട്ടിട്ടാണ്. ഇതിപ്പോ നോക്ക്, ഇങ്ങനെ കവർ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം നല്ല വലിപ്പത്തിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള കായകളെല്ലാം ഞാൻ കവർ എടുത്ത് മാറ്റിയതാണ് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് മികച്ച വിളവ് ലഭ്യമാവുന്ന ഒരിനം പാവലാണ്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കണം. പിന്നെ ഇതിനകത്തെല്ലാം പാവയ്ക്ക പിടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ എനിക്ക് മനസ്സിലായത് വലിയ രീതിയിൽ വെയിലില്ലെങ്കിൽ പോലും ഈ ഒരു പാവല് നല്ല വിളവ് ലഭ്യം ആവുന്ന ഒരു ഇനം പാവലാണ്. സാധാരണ പാവലൊക്കെ നല്ല വെയിലുള്ള ഭാഗത്തെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലരുടെ ഒരു അറിവില്ലായ്മയാണ്. എല്ലാവരും ചാണകം മാത്രം കൊണ്ടുവന്ന് വളമായിട്ട് കൊടുക്കും. അത് നന്നായിട്ട് വളർന്നതിന് ശേഷം ചാണകം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച മാത്രമേ നടക്കത്തുള്ളൂ. അതിന് കായ്ഫലം കിട്ടത്തില്ല. ആ കായ്ഫലം കിട്ടാനായിട്ട് പൊട്ടാഷ് ചേർന്നിട്ടുള്ള വളങ്ങൾ കൊടുക്കുക. അത് നിങ്ങൾക്ക് ജൈവ രീതിയിലോ അതല്ലെങ്കിൽ രാസവളം കൊടുത്തോ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് രാസവളം കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ ഇലകളിലൂടെ കൊടുക്കുന്ന രാസവളമാണ് ഞാൻ കൂടുതലായിട്ടും നിർദ്ദേശിക്കുന്നത്. കാരണം ചുവട്ടിലും കൊടുത്തു കഴിഞ്ഞാൽ മണ്ണധികം മലിനമായി പോവുകയാണ്. ഇപ്പോൾ ഇലകളിലൂടെ കൊടുക്കാനാണെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 0.050 എന്നുള്ള രാസവളമുണ്ട്. അതിനകത്ത് പൊട്ടാഷ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പൊട്ടാഷ് ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് കായ്ഫലം ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പം ജൈവ രീതിയിൽ മികച്ച രീതിയിൽ വളർന്ന് വന്ന ഒരു ഇനം പാവലാണ്. അതായത് ഇതിനകത്ത് നല്ല രീതിയിൽ ജൈവാംശമുള്ള വളങ്ങളാണ് ചേർത്തത്. ഇതിനകത്ത് ശരിക്കും സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഞാൻ ഇതുവരെ അടിച്ചില്ല എന്നുള്ളതാണ് വേറെ പ്രത്യേകത. ഇത് നോക്ക്, വെറുതെ ഒരു തട്ടിക്കൂട്ട് പന്തലാണ്. 4 റബ്ബറയിലൂടെ വലിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് താഴ്ത്തി ഇട്ടേക്കുന്നതേ ഉള്ളൂ. നോക്ക്, ഇതിൻ്റെ കാകളുണ്ടോ? ഇതെല്ലാം ഈ കവർ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ നല്ലപോലെ കിട്ടിയത്. നിങ്ങൾ കവർ ഇടാതെ യാതൊരു കാരണവശാലും പാവല് ചെയ്യല്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് പെട്ടെന്ന് തന്നെ കായ്ച്ച വന്ന് കുത്തും. അത് ഒരു വലിയ മണ്ടത്തരം തന്നെയാണ്. അതാണ് നോക്കി, ഇതിന്റെ കളർ നോക്കി. ഏകദേശം 1/2 കിലോ തൂക്കം വരുന്ന പാവലാണ് ഈ പ്രീതി എന്ന് പറഞ്ഞത്. അധികം കയ്പുമില്ല, നല്ല ടേസ്റ്റുമാണ്. നോക്കാം, ഇതൊരു മഗ്നീഷ്യത്തിന്റെ അഭാവമാണ്. മഗ്നീഷ്യം എന്ന് പറഞ്ഞ മൂലകത്തിന്റെ അഭാവമാണ് ഇല മഞ്ഞളിക്കുന്നത്. അതിന് മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുക. മഗ്നീഷ്യം സൾഫേറ്റ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് ചെയ്തുകൊണ്ട് ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ അകത്താണ്ട് ഇതിപ്പോൾ അതിൻ്റെ ചുവടാണ്. ഇതിപ്പോൾ രണ്ടും അതിൻ്റെ ചുവടാണ്. അതിനകത്ത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചാണകപ്പൊടി കൊടുത്തു. അതേപോലെ വേപ്പിൻ പിണ്ണാക്ക് ഒരു 1/2 കിലോയോളം ഇതിൻ്റെ ചുവട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോയോളം റോക്ക് ഫോസ്ഫേറ്റ് കൊടുത്തു. അതായത് രാജ്ഫോസ് 1 കിലോ കൊടുത്താലും കുഴപ്പമില്ല. അത് എല്ലുപൊടിക്ക് പകരമാണ്. അത് നേരത്തെ അടിവളം കൊടുത്തെങ്കിൽ മാത്രമേ ആ വളർച്ച കിട്ടത്തുള്ളൂ. അത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് ഏകദേശം ഒരു 2 മാസം അടുപ്പിച്ച് ആയെങ്കിൽ മാത്രമേ അതിനകത്ത് നിന്ന് ഫോസ്ഫറസ് അതിനകത്ത് നിന്ന് ആ മണ്ണിലേക്ക് ലയിച്ച് ചേരത്തുള്ളൂ. അതുകൊണ്ടാണ് ഏകദേശം നേരത്തെ തന്നെ അടിവളമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത്. പിന്നെ കൊടുത്തത് കോഴിവളവും കൊടുത്തു. അതേപോലെ പിന്നെ കടലപ്പിണ്ണാക്കും കൊടുത്തു. ഇത്രയും മാത്രം അടിവളം കൊടുത്തു. ഇതിപ്പോൾ ഈ കാകളെല്ലാം പറിച്ചതിന് ശേഷം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കൂടെ ഒന്ന് ചെയ്ത് കാണിക്കും. പിന്നെ ഈ ഒരു പാവയ്ക്ക ഇതിനകത്ത് വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത സെറ്റ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഏതൊരു കൃഷിയിലും അടിവളമായിട്ടുള്ളത് ജൈവാംശമുള്ള രീതിയിലുള്ള വളപ്രയോഗങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ നമ്മൾ മുകളിൽ ചെയ്യുന്ന രാസവള പ്രയോഗങ്ങളും പ്രവർത്തിക്കത്തുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതേപോലെ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ദിനം ആസിഡുണ്ട്. അത് ജൈവ രീതിയിൽ തന്നെയുള്ളതാണ്. അത് ഈ കരിയിലൊക്കെ പൊടിയുമ്പോൾ ഉണ്ടാവുന്ന ഹ്യൂമസ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിൽ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ഈ ഹ്യൂമിക് ആസിഡ്. അപ്പോൾ ആ ഹ്യൂമിക് ആസിഡ് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു. അത് ഏത് വിളയ്ക്കും, അത് ഞാൻ ഈ പറയുന്നത് ഒരു പച്ചക്കറി, അത് പാവല് മാത്രമല്ല, അത് എല്ലാ വിളകൾക്കും അത് പ്രാവർത്തികമാക്കാം. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഹ്യൂമിക് പൗഡറാണ് അത് കലക്കിയതിന് ശേഷം, അത് ഞാൻ 1 ലിറ്ററിൻ്റെ കണക്കാണ്. അത് നിങ്ങൾക്ക് എത്ര വേണേലും ഒഴിച്ചു കൊടുക്കുക. അതിന് വിളക്ക് ദോഷമൊന്നും വരത്തില്ല. കൊടുക്കുമ്പോൾ ഒരു 1/2 മണിക്കൂർ മുമ്പ് വെള്ളം കൊടുക്കുക. ഇതും കൊടുത്തതിന് ശേഷം ഒരു 5 ദിവസത്തിന് ശേഷം പിന്നെ നിങ്ങൾ ജൈവ സ്ലറികൾ കൊടുക്കുക. പിന്നീട് ചാണകവും കലക്കിയതൊന്നും ഒരുപാട് കൊടുക്കാൻ നിൽക്കില്ല. ഇതേപോലെ കായകൾ ഉണ്ടായതിനു ശേഷം
ചാണകം കലക്കിയത് കൊടുക്കല്. ഇനി എല്ലായ്പ്പോഴും ഇലകളിലൂടെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇത് മണ്ണിലൂടെയും കൊടുക്കാം. അത് വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ മാത്രം വാങ്ങിച്ച് ഉപയോഗിക്കുക. അല്ലാതെ വെറുതെ ചുമ്മാ കൊണ്ടുവന്ന് രാസവളം 19 എന്നൊക്കെ പറഞ്ഞ സാധനം ഈ 1 കിലോയ്ക്ക് 25 രൂപയ്ക്കൊക്കെ കിട്ടും. അതൊക്കെ ചുമ്മാ കൊണ്ടുവന്ന് ഒരു കൈക്കണക്കും ഇല്ലാതെ ചുമ്മാ വാരി ഇട്ട് കഴിഞ്ഞാൽ വെറുതെ മണ്ണ് അമ്ലതയായി പോകാമെന്നല്ലാതെ നിങ്ങളുടെ വിളയ്ക്കൊന്നും വലിയ രീതിയിലുള്ള വിളവ് ലഭ്യമല്ല. അപ്പോൾ ഈ പാവലിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ കായ്ച്ചയുടെ ഒരു ശല്യം അതിരൂക്ഷമാണ്. അത് പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് കൂടുതലാണ്. പിന്നെ അതേപോലെ പാവലിൽ ചെറിയ രീതിയിൽ ആക്രമണം നടത്തുന്ന വെച്ചാൽ ഒരുതരം പുഴുവുണ്ട്. അപ്പോൾ ആ പുഴുവിനെ നമുക്ക് നശിപ്പിക്കാനായിട്ട് വിവേറിയ ബാസിയാന എന്ന ഒരു ഫംഗസ് ഉണ്ട്. ആ ഫംഗസിനെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് കലക്കിയിട്ട് ഇലകളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് വേനൽ കടുത്ത സമയത്താണെങ്കിൽ വൈകുന്നേരങ്ങളിലേ കൊടുക്കാം, രാവിലെ കൊടുത്തിട്ട് കാര്യമില്ല. ഈർപ്പം പോകുന്നതനുസരിച്ച് അതിൻ്റെ പ്രവർത്തന രീതി കുറയും. അപ്പോൾ അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ വേപ്പിൻ്റെ എണ്ണ എല്ലാവരും ഒരു വീട്ടിൽ വാങ്ങി വെക്കേണ്ടതാണ്. വേപ്പെണ്ണയാകുമ്പോൾ ഒരു 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട്, അത് ഈ പുഴുക്കളുടെ ശല്യം ഒരുപാട് കൂടിയതിന് ശേഷം നിങ്ങൾ സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ ഒരു പന്തലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുതരം കിളികളുണ്ട്. ഈ കൂട്ടമായിട്ട് ഇവിടെ ഈ അതിന് പറഞ്ഞ ഈ ചീത്തപ്പുള്ളെന്നൊക്കെ പറയും ഞങ്ങൾ. അപ്പൊ അത് എത്തിച്ചാടി എന്നൊക്കെ ചിലയിടത്തൊക്കെ പറയും. അപ്പൊ അവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമായിട്ട് വന്നിട്ട് ഇതിന്റെ ഇലകളിൽ അങ്ങ് കയറും. ഇതിന്റെ ഇലകളിൽ കയറിയിട്ട് ഇതിന്റെ ഇലയുടെ അടിയിലുള്ള ഈ പുഴുക്കളെല്ലാം തിന്നും. അതുകൊണ്ടൊരു കാര്യമാണ് ഈ ഒരു പാവലിന് ഇതുവരെ അങ്ങനെ വലിയ ശല്യം വന്നിട്ടില്ല. പക്ഷെ വിവേറിയ കൊടുക്കുവാണെങ്കിൽ ആ പുഴുവിന്റെ ശല്യം ഏകദേശം കുറയ്ക്കും. അത് പ്രത്യേകിച്ച് വഴുതനയിലാണ് ഇതിന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ അതും ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നമ്മൾ വളം കൊടുക്കുമ്പോൾ വേറൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ ബോറോൺ എന്ന മൂലകം വളരെ പര്യാപ്തമല്ല. അതായത് തികച്ചും അതിനകത്ത് കുറവ് തന്നെയാണ്. നമ്മുടെ മണ്ണിൽ എല്ലാ മണ്ണിലും, കേരളത്തിലെ ഒട്ടുമിക്ക മണ്ണിലും ബോറോൺ എന്ന മൂലകം കുറവാണ്. അപ്പൊ ആ ഒരു മൂലകം കുറയുന്നതിന്റെ ഒരു ഫലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ജൈവം വളങ്ങൾ നമ്മൾ കൊടുക്കും. ഈ മീനിന്റെ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറയ്ക്കാം. പക്ഷെങ്കിൽ നമ്മൾ രാസവളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും ഈ ബോറോൺ പെട്ടെന്ന് ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് കൂടുതലും കൊടുക്കേണ്ടത് നമ്മൾ ഇലകളിലൂടെ കൊടുക്കുന്നതാണ്. ബോറോൺ ഏറ്റവും എഫക്റ്റീവായിട്ട് അതിൻ്റെ ഇലകൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ അത് വിളകളിൽ പ്രകടമായ മാറ്റം വരുന്നു. അതിന് ഉദാഹരണമാണ് ചില പാവയ്ക്കൊക്കെ ആണെങ്കിലും വികൃത രൂപത്തിലായിട്ട് വരും. അതായത് പിരിഞ്ഞൊടിഞ്ഞൊക്കെ വരും. അതേപോലെ പടവലമാണെങ്കിലും അതേപോലെ ഒരു വികൃത രൂപത്തിലായിട്ട് വളർന്നു വരുന്ന അങ്ങനെയുള്ള വിളകളുടെ ആ ഒരു ഫലം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ മണ്ണിൽ ആ സൂക്ഷ്മമൂലകമായ ബോറോൺ തീരെ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ആ വിള കാണിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ബോറോൺ കൊടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ ബോറോൺ കൊടുക്കുമ്പോൾ അതിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഇലകളിലൂടെ കൊടുക്കുക. ഇതിപ്പോൾ ഈ പാവലിന് ഏകദേശം ഒരു 2-3 മാസമാണ് നിൽക്കുന്നത്. അതിന് ഒരു 3 തവണ കൂടുതൽ കൊടുക്കാൻ പാടില്ല. അതായത് ഒരു തവണ കൊടുക്കുകയാണെങ്കിൽ ഒരു 20-25 ദിവസം കഴിഞ്ഞ് രണ്ടാമതും കൊടുക്കുക. അത്രയും തന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പം മാറ്റം നമുക്ക് കാണാം. പിന്നീട് ഒരു കാകൾക്കും ആ ഒരു രൂപമാറ്റം വരത്തില്ല, നല്ല ഷേപ്പോടെ വരും. ഈ കൊടുത്തതൊക്കെ ഇതിനൊന്നും ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഈ റബ്ബറിന്റെ അകത്തായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു വെയിൽ മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊരു പരീക്ഷണമാണ്, അതും വിജയിച്ചു. നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം തണലുള്ള, അതായത് ചൂടൽ ഭാഗങ്ങളുള്ളിടത്തും നമുക്ക് ഈ പാവല് കൃഷി ചെയ്തെടുക്കാം. പിന്നെ ഈ വളപ്രയോഗ രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വളങ്ങൾ, ഇപ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഒരു 15 ദിവസം ഇടവേളകളിൽ കൊടുത്തു തീർക്കാം. അത് എത്ര വേണേൽ കൊടുത്താലും അതിന് കുഴപ്പമില്ല. പിന്നെ ചുവട്ടിൽ അതിനനുസരിച്ച് ഹ്യൂമിക് ആസിഡും കൊടുക്കണം. പിന്നെ കുറച്ച് വേപ്പും പിണ്ണാക്കും ഇടസമയങ്ങളിൽ കുറച്ച് കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ രോഗങ്ങളും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പാവലിൻ്റെ ഈ പ്രീതി ഇനം പാവലിൻ്റെ ഒക്കെ വിത്തുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നിൽക്കല്ല, ചിലപ്പോൾ സമയക്കുറവുകൊണ്ട് ഫോൺ എടുക്കാൻ സാധിച്ചില്ലെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സൗകര്യപൂർവ്വം ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അതേപോലെ ഈ വിത്തുകൾ സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങളുടെ വീട്ടിലെത്തുകയും ചെയ്യും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.